മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് കെ മുരളീധരൻ MP 24-നോട്. മത്സരിക്കാതെ മാറി നിൽക്കാനും തയ്യാറാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് കാരണം കൂടിയാലോചനയില്ലാത്തതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് തരൂർ തരംഗമില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. എലീറ്റ് ക്ലാസിൽ സ്വാധീനമുള്ള ഒരാൾ മാത്രമാണ് തരൂരെന്നും കെ മുരളീധരൻ പറഞ്ഞു. അവർക്ക് സ്റ്റേറ്റിലെ ഭരണത്തിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അമർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ചില നിരാശകൾ താഴെത്തട്ടിൽ പ്രവർത്തകർക്കുണ്ടാകും. അത് ഏതെങ്കിലും വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ പറയുന്നത് ഒരു കൂട്ടായ നേതൃത്വം, അതായത് KPC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാർ, ഇപ്പോൾ മുൻ പ്രസിഡൻറ്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാറ്. പക്ഷേ അതൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതൊക്കെ എന്താ പറയുക, ഇന്ന നേതാക്കൾക്കെതിരായിട്ട് പറയുന്നത്, അങ്ങനെ ഒരു നേതാവിനെതിരായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നേതൃത്വത്തിനെ കുറിച്ച് ആർക്കും ഒരു ആക്ഷേപമില്ല എന്ന് പറഞ്ഞാൽ ഇവർ മാറിയിരിക്കണമെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ല. അദ്ദേഹം ഒരു വിശ്വപൗരനായിട്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ അദ്ദേഹത്തിന് സ്വാധീനവും ഇതൊക്കെയുണ്ട്, പ്രത്യേകിച്ച് എലൈറ്റ് ക്ലാസിൻ്റെ ഇടയിൽ. അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്ന് നിന്നു. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഞാൻ ശക്തമായിട്ട് എതിർത്ത ആളാണ്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം. അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. സംസ്ഥാനത്ത് പോലീസിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും ഭരണപക്ഷ MLAക്ക് പോലും രക്ഷയില്ലെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഞാൻ പറയാം, പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. ഞാൻ പോലീസിൻ്റെ പോക്ക് ഇത്രയും അതപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ, ഒരു MLAക്കെതിരായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ TV-യിൽ കണ്ടത് നേഴ്സുമാർക്കെതിരായിട്ടാണ് കേസെടുത്തത്, MLAക്കെതിരായിട്ട് എടുത്തില്ല. 2 മിസ്റ്റേക്ക് പറ്റി. ഒന്ന്, ഒരു സംഘടന സമരം ചെയ്താലും കലക്ട്രേറ്റിൻ്റെ അകത്ത് കയറാൻ പാടില്ല. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, വടകര സീറ്റിനെ പറ്റി, അതുപോലെ കൂടിയാലോചനകളില്ല നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത്? വേണുഗോപാലകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്ത് കൂടിയാലോചനയില്ല, രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം. അതായത് മുൻ പ്രസിഡന്റുമാരോട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പഴയ രീതി ഇപ്പോൾ ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ എന്നാൽ അനുകൂലമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെയാണ് കെ മുരളീധരൻ 24-ന്റെ ആൻസർ പ്ലീസിൽ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ ദിവസത്തെ ചെന്നിത്തലയുടെ പരാമർശം, സിറ്റിംഗ് MPമാർ അവിടെ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാടിക്കേറി അഭിപ്രായം പറയേണ്ട എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി കെ മുരളീധരൻ മറുപടി നൽകുന്നു. താൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വടകരയിൽ തന്നെ ആയിരിക്കും. ചെന്നിത്തലയ്ക്ക് മറുപടി എന്നുള്ള ചെന്നിത്തലയുടെ ചോദ്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അഴകുഴമ്പൻ മറുപടിയല്ല, താൻ മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ തന്നെ ആയിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ പാർട്ടി സംഘടനാ രംഗത്തുള്ള വീഴ്ചകൾ തുറന്നടിക്കുന്നു. ഒപ്പം തന്നെ ചെന്നിത്തലയ്ക്കെതിരെ കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമാണ് ശശി തരൂരിന്റെ കാര്യത്തിൽ.
തരൂരിനെ ഒരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലൊക്കെ കൊണ്ടുവരാൻ കോൺഗ്രസിനകത്ത് പലരും, പ്രത്യേകിച്ച് എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ സജീവമായി കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ തരൂർ തരംഗമില്ല. എന്റെ ചോദ്യം കൃത്യമായിരുന്നു, തരൂർ തരംഗം കോൺഗ്രസിനകത്തുണ്ടെന്ന് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തരംഗമൊന്നുമില്ല. നെഹ്റു കുടുംബത്തിനൊരു തരംഗമുണ്ടായിരുന്നു, അല്ലാതെ മറ്റൊരു തരംഗവുമില്ല. അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു, എലൈറ്റ് ക്ലാസിൽ സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റ് ആവാനുള്ള മെയ്വഴക്കമില്ല. മാത്രവുമല്ല, മറ്റൊരു പരോക്ഷമായ ആരോപണം, ഒരു മുഴുവൻ രാഷ്ട്രീയക്കാരനാകണം, അതായത് തരൂർ മുഴുവൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു രീതി കൂടി അതിൽ ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം, നവകേരള യാത്ര കൊണ്ടൊന്നും സർക്കാർ നേടില്ല എന്നുള്ള രീതിയിലുള്ള പതിവ് രാഷ്ട്രീയ ആരോപണം. പക്ഷേ എന്നാൽ കെ മുരളീധരൻ ഇന്ന് ഈ കണ്ണൂരിൽ MLA-ക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ ഇന്നിപ്പോൾ CPIM നേതാക്കൾ, LDF കൺവീനർ ഉൾപ്പെടെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസിനും പോലീസ് ഭരണത്തിനുമെതിരെ. ആ കാര്യത്തിൽ വളരെ കൃത്യമായി MLA പിന്തുണക്കുന്നതിനൊപ്പം അദ്ദേഹം പോലീസിനെ കടന്നാക്രമിക്കുന്നു. ഇന്നോളം ഇല്ലാത്ത വിധത്തിൽ നിയന്ത്രണം വിട്ട ഒരവസ്ഥയാണ് കേരളത്തിലെ പോലീസിന് എന്നാണ് കെ മുരളീധരൻ MP പറഞ്ഞിരിക്കുന്നത്. അതായത് നാളെ ഒരു ഭരണമാറ്റമുണ്ടായി UDF വന്നാൽ പോലും ഈ പോലീസിന്റെ സെറ്റപ്പ് ഒന്ന് നേരെയാക്കിയെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള നിലയിലുള്ള അതിരൂക്ഷമായ വിമർശനത്തിനാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. വേണുഗോപാലകൃഷ്ണൻ. ദീപക് ധർമ്മടം, ഈ വടകരയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പവും തർക്കവും ഉണ്ടാകേണ്ട കാരണം എന്താണ്? യഥാർത്ഥത്തിൽ വടകരയുടെ കാര്യത്തിൽ അങ്ങനെ മറ്റൊരാൾക്ക് ക്ലെയിം ഇല്ല. പക്ഷേ എന്നാൽ ചെന്നിത്തല അതിലൂടെ എന്താണ് നീക്കം, എന്താണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ല. കാരണം കണ്ണൂരിന്റെ കാര്യത്തിൽ മാത്രമാണ്. കണ്ണൂരിൽ കെ സുധാകരൻ MP മത്സരിക്കുന്നില്ല, KPCC പ്രസിഡന്റ്. സ്വാഭാവികമായും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് സീറ്റ് കിട്ടിയേക്കും. മിക്കവാറും അദ്ദേഹത്തിന്റെ നോമിനിയായ ജയന്ത് അവിടെ സീറ്റിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള വിവരമുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. മറ്റൊന്ന്, നേരത്തെ കണ്ണൂർ മേയറായിരുന്ന TU മോഹനൻ, അദ്ദേഹം ഒരു സാധ്യത ഉള്ള സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയല്ല കണ്ണൂരിന്റെ കാര്യത്തിലില്ലാതെ വടകരയുടെ കാര്യത്തിൽ സിറ്റിംഗ് സീറ്റിൽ ഒരു തർക്കത്തിന്റെ സാധ്യത ഇല്ലാത്തിടത്താണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയോടുകൂടി ഒരു പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, മുസ്ലിം ലീഗ് ഏതായാലും മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും വടകര ഒരു കാരണവശാലും ആവശ്യപ്പെടില്ല. അവരാവശ്യപ്പെടുകയാണെങ്കിൽ കാസർഗോഡാണ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ കെ മുരളീധരനോടുള്ള രമേശ് ചെന്നിത്തലയുടെ ചില സ്വരച്ചേർച്ചയില്ലായ്മയുടെ ഒരു പ്രതികരണമായി വേണം നമുക്കതിനെ വിലയിരുത്താൻ. മറ്റല്ലാതെ വേണു പറഞ്ഞതുപോലെ വടകര ചർച്ചയ്ക്ക് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം നിലവിലില്ലതാനും. വേണു. ദീപക്, നേതൃമാറ്റം വേണമെന്ന് കെ മുരളീധരൻ അഭിപ്രായമില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ VM സുധീരനൊക്കെ ശക്തമായ വിമർശനം ഉന്നയിച്ചതിന് ശേഷവും അത്തരമൊരു സമീപനം അദ്ദേഹത്തിനില്ല. എന്നാൽ കൂടിയാലോചനകളില്ല എന്ന നിലപാട് മുൻപും മുരളീധരൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ആവർത്തിക്കുന്നു. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനകത്ത് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല അത്തരമൊരു ലീഡർഷിപ്പ്. അതായത് നേരത്തെ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി കാലഘട്ടം, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല കാലഘട്ടം, ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു കൂടിയാലോചന കെ സുധാകരൻ, VD സതീശൻ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും പൊതുവെ അടക്കം പറച്ചിൽ നടത്തുന്നതാണ്. പക്ഷെ അത് കെ മുരളീധരൻ തുറന്നു പറയുന്നു. മാത്രവുമല്ല, രാഷ്ട്രീയ കാര്യസമിതി മാസത്തിൽ ചേരണം എന്നതാണ് കെ മുരളീധരന്റെ നിലപാട്. അത്തരമൊരു നിലപാട് നടപ്പിലാക്കപ്പെടുന്നില്ല. അത് നിലപാടിൽ ആ കാര്യം നടപ്പിലായാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. ആവർത്തിച്ച് കൃത്യമായി ഇതിലൊരു വ്യക്തത വരുത്താൻ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ചകൾ വന്നാൽ ഈ കൂടിയാലോചന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവിലും KPCC പ്രസിഡന്റിലും മാത്രം കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നീങ്ങുകയും മുൻ KPCC പ്രസിഡന്റുമാരെല്ലാം തന്നെ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു അവസ്ഥയാണ്. കളിക്കളത്തിൽ അവരില്ല. അത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിലും VM സുധീരന്റെ കാര്യത്തിലും എല്ലാം അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത്തരമൊരു സാഹചര്യം മാറണം. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കോൺഗ്രസിനകത്തെ സംഘടനാ ദൗർബല്യവും ഈ പ്രശ്നങ്ങളും മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഏറ്റവും വലിയ IA ഗ്രൂപ്പ് സംഘർഷം നടക്കുന്ന വേളയിലായിരുന്നു KPCC പ്രസിഡന്റായി കെ മുരളീധരൻ വരുന്നത്. അന്ന് ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ലാതെ സമവായത്തിലൂടെ, ചർച്ചയിലൂടെ AK ആന്റണി മുഖ്യമന്ത്രിയും കെ മുരളീധരൻ KPCC പ്രസിഡന്റുമായി കാര്യങ്ങൾ നീക്കിയിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കൂടിയാലോചനകൾ
ഇപ്പോൾ ഇല്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലെ നേതാക്കൾ ജനകീയമായി ഇടപെടാൻ പറ്റാത്തതിന്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നേതൃമാറ്റം ആവശ്യപ്പെടുന്നില്ല വേണു പറഞ്ഞതുപോലെ. പക്ഷെ എന്നാൽ നേതാക്കളുടെ ശൈലി മാറ്റമല്ല, അവർ സംഘടനയ്ക്ക് വേണ്ടി. മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ KPC പ്രസിഡന്റ് സമയമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിന് സമയമുണ്ടാകില്ല. ഇതാണ് പ്രശ്നം. സമയമുണ്ടാക്കണം എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ പാർട്ടി കാര്യങ്ങൾക്ക് സമയമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്ന കൃത്യമായ സൂചന, കൃത്യമായ വിമർശനമാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ ഈ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ഭാഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വേണോ? ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടം കെ മുരളീധരനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം 5 മണിക്ക് കാണാം.